Good morning to all of you. Today we are going to discuss about combined mean. A combined mean is the mean of all series when there are two or more component series. If a series consists of two or more component series, the mean of the all series can be easily expressed in terms of the means of the component series. പരസ്പര ബന്ധിതമായിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളുടെ മീൻ കമ്പൈൻ ചെയ്ത് അതിൻ്റെ മീൻ കണ്ടെത്തുന്നതിനെയാണ് കമ്പൈൻഡ് മീൻ എന്ന് പറയുക. അപ്പോൾ ഒരു സീരീസിൽ തന്നെ രണ്ടോ അതിലധികമോ കമ്പോണൻസ് ഉണ്ടെങ്കിൽ അതിന് ഓരോന്നിനും മീൻ ഉണ്ടാവും. ആ മീനിനെ കമ്പൈൻ ചെയ്ത് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് കമ്പൈൻഡ് മീൻ എന്ന് പറയുക. The equation of combined mean is x bar 1 2 is equal to n1 x bar 1 plus n2 x bar 2 divided by n1 plus n2, where x bar 1 2 is combined mean, n1 is number of items in the first group, n2 number of items in the second group, x bar 1 arithmetic mean of first group, x bar 2 arithmetic mean of second group. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു സ്ഥാപനത്തിലെ വർക്കേഴ്സിൻ്റെ ഹൈറ്റിൻ്റെ മീനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റയാണ്. ആ സ്ഥാപനത്തിൽ 20 മെയിൽ വർക്കേഴ്സ് ഉണ്ട്. അവരുടെ ഹൈറ്റിൻ്റെ മീൻ എന്ന് പറയുക 170 സെൻറ്റിമീറ്റർ ആണ്. ഫീമെയിൽ വർക്കേഴ്സ് 30 ഉണ്ട്. അവരുടെ മീൻ ഹൈറ്റ് എന്ന് പറയുക 150 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്കേഴ്സ് 50 ആണ്. ആ 50 വർക്കേഴ്സിൻ്റെയും കമ്പൈൻഡ് മീൻ ഹൈറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം രേഖപ്പെടുത്തുക. മെയിൽ വർക്കേഴ്സ് അത് N1 എന്ന് പറയുക 20. മെയിൽ വർക്കേഴ്സിൻ്റെ മീൻ ഹൈറ്റ് എന്ന് പറയുക 170 എന്ന് പറയുമ്പോൾ എക്സ് ബാർ 1 ഇസിക്കൽ ടു 170. N2 ഫീമെയിൽ വർക്കേഴ്സ് 30. ഫീമെയിൽ വർക്കേഴ്സിൻ്റെ മീൻ ഹൈറ്റ് എക്സ് ബാർ 2 is equal to 150. ഇനി കമ്പൈൻഡ് മീനിൻ്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. കമ്പൈൻഡ് മീൻ എന്ന് പറയുക എക്സ് ബാർ 1 2 രണ്ട് ഗ്രൂപ്പുകളുടെയും കമ്പൈൻ ചെയ്തുള്ള മീൻ. എക്സ് ബാർ 1 2 is equal to n1 into എക്സ് ബാർ 1 plus n2 into x bar 2 divided by n1 plus n2 is equal to എല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. 20 into 170 plus 30 into 150 divided by n1 20 plus n2 30 is equal to 3400 plus 4500 divided by 50 is equal to
7900 divided by 50 is equal to 158 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മളുടെ കമ്പൈൻഡ് മീൻ എന്ന് പറയുക. ടോട്ടൽ വർക്കേഴ്സിൻ്റെ മീൻ ഹൈറ്റ് എന്ന് പറയുന്നത് 158 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു ഫാക്ടറിയിലെ 100 വർക്കേഴ്സിൻ്റെ മീൻ വേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് തന്നിരിക്കുക. അവിടെ 2 ഷിഫ്റ്റായിട്ടാണ് വർക്കേഴ്സ് വർക്ക് ചെയ്യുക. മോർണിംഗ് ഷിഫ്റ്റും ഈവനിങ് ഷിഫ്റ്റും. മോർണിംഗ് ഷിഫ്റ്റിൽ 60 വർക്കേഴ്സ്, ഈവനിങ് ഷിഫ്റ്റിൽ 40 വർക്കേഴ്സുമാണ്. മോർണിംഗ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന 60 വർക്കേഴ്സിൻ്റെ മീൻ എന്ന് പറയുക 40 ആണ്. രണ്ട് ഷിഫ്റ്റിലും വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ ടോട്ടൽ മീൻ വേജ് എന്ന് പറയുന്നത് ₹38 ആണ്. അങ്ങനെയാണെങ്കിൽ ഈവനിങ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന 40 വർക്കേഴ്സിൻ്റെ മീൻ വേജ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ കമ്പൈൻഡ് മീനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണിത്. കമ്പൈൻഡ് മീനിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ നമുക്ക് കമ്പൈൻഡ് മീൻ തന്നിട്ടുണ്ട്, അതുപോലെ N1 തന്നിട്ടുണ്ട്, X⁻1 തന്നിട്ടുണ്ട്, N2 തന്നിട്ടുണ്ട്. എന്നാൽ X⁻2 നൽകിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ X⁻2, അതായത് ഈവനിങ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന 40 വർക്കേഴ്സിൻ്റെ മീൻ വേജസ് X⁻2 ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നു. അത് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ ഈവനിങ് ഷിഫ്റ്റിലുള്ള 40 വർക്കേഴ്സിൻ്റെ മീൻ വേജ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് നമുക്ക് കമ്പൈൻഡ് മീനിൻ്റെ ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതുമാണ്. ഇവിടെ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 60 വർക്കേഴ്സിനെ N1 ആയിട്ട് എടുക്കുക. N1 ഈസ് ഈക്വൽ ടു 60. 40 വർക്കേഴ്സ് N2 ആയിട്ട് എടുക്കുക, ദാറ്റ് ഈസ് 40. 60 വർക്കേഴ്സിൻ്റെ മീൻ വേജ് എന്ന് പറയുന്നത് X⁻1 ഈസ് ഈക്വൽ ടു 40 ആയിട്ട് എടുക്കുക. X⁻2 എന്ന് പറയുക നമുക്കറിയില്ല, ആയതിനാൽ അതിനെ X ആയിട്ട് പരിഗണിക്കുക. നമ്മൾക്കിവിടെ കമ്പൈൻഡ് മീൻ തന്നിട്ടുണ്ട്. X⁻12 ഈസ് ഈക്വൽ ടു 38 അങ്ങനെയാണെങ്കിൽ X⁻2 കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കമ്പൈൻഡ് മീനിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓർക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പൈൻഡ് മീൻ എന്ന് പറയുന്നത് നമുക്ക് 38 ആണ് തന്നിരിക്കുക. 38 ഈസ് ഈക്വൽ ടു N1 ഇൻറ്റു X⁻1 എന്ന് പറയുമ്പോൾ 60 ഇൻറ്റു X⁻1 40 പ്ലസ് N2 എന്ന് പറയുന്നത് 40 ഇൻറ്റു X ഡിവൈഡഡ് ബൈ N1 എന്ന് പറയുക 60 പ്ലസ് 40. അതിനുശേഷം അതിൻ്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തേണ്ടതുള്ളൂ. 38 ഇൻറ്റു 60 പ്ലസ് 40 ദാറ്റ് ഈസ് 100. സോ
38 into 100 is equal to 60 into 40, that is 2400 plus 40 into x, 40x. Next 3800 minus 2400 is equal to 40x. That is 1400 is equal to 40x. Therefore, x is equal to 1400 divided by 40 is equal to 35. അതിനാൽ x⁻2 ഈവനിങ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന 40 വർക്കേഴ്സിൻ്റെ മീൻ വേജ് എന്ന് പറയുന്നത് 35 ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ബികോം സെൽഫ് ഫിനാൻസിങ് കോളേജിലെ 3 ബാച്ചിലെ കുട്ടികളുടെ നമ്പരും അവരുടെ ആവറേജ് മാർക്കുമാണ് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കമ്പൈൻഡ് മീൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകത, ഇവിടെ 3 കമ്പോണൻ്റ് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ കമ്പൈൻഡ് മീനിൻ്റെ ഇക്വേഷനിൽ ഒരു കമ്പോണൻ്റോട് കൂട്ടിച്ചേർക്കുക. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ x⁻1 2 3 is equal to n1 into x⁻1 plus n2 into x⁻2 plus n3 into x⁻3 divided by n1 plus n2 plus n3. ആ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ഇത് ചെയ്യേണ്ടത്. ഒരു കമ്പോണൻറ്റും കൂടെ കൂടി വരുന്നു എന്നുള്ളത് മാത്രം.